വാൽമീകീയ രാമായണത്തിൽ കബന്ധൻ നവ്യമായ ശരീരം സ്വീകരിച്ച് ശ്രീരാമലക്ഷ്മണന്മാർക്ക് മാർഗനിർദ്ദേശം ചെയ്തതാണ് നമ്മൾ വായിച്ചത്, അല്ലേ? ആണെന്നാ പറയണത്. ശരി. 73-ാമത്തെ സർഗം. ത്രിസപ്തതിതമ സർഗ. നിർദർശയിത്വാ രാമായ സീതായാ പ്രതിപാദനേ വാക്യമന്വർത്ഥമർത്ഥജ്ഞ കബന്ധ പുനരബ്രവീത്. രാമായ സീതായാः പ്രതിപാദനെ നിദർശയിത്വാ അന്വർത്ഥം വാക്യം അർത്ഥജ്ഞഃ കബന്ധഃ പുനഃ അബ്രവീത്. കബന്ധൻ എങ്ങനെയുള്ള കബന്ധൻ? അർത്ഥജ്ഞഃ കബന്ധഃ, അർത്ഥജ്ഞനായ കബന്ധൻ, അർത്ഥമറിയുന്നവനായ കബന്ധൻ. എന്ത് ഈ അർത്ഥമറിയുന്നവെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയണത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്ന കബന്ധൻ. പലർക്കും അതറിയില്ല, ഇല്ലേ? വാക്കിൻ്റെ അർത്ഥം പലർക്കും അറിയില്ല. അങ്ങനെ വാക്കിൻ്റെ അർത്ഥം അറിയുന്നവനായ കബന്ധൻ രാമനായിക്കൊണ്ട് സീതായാഹ പ്രതിപാദനെ നിദർശയിത്വ, സീതയുടെ പ്രതിപാദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് എന്ന പോലെയൊക്കെ പ്രവർത്തിക്കണം എന്ന് രാമനോട് പറഞ്ഞ ശേഷം പുനഃ അബ്രവീത്, വീണ്ടും പറഞ്ഞു. വീണ്ടും കബന്ധൻ തന്നെ പറയുകയാണ്. എന്താണ്? ഏഷ രാമശിവപന്ഥ യത്രൈതേ പുഷ്പിതാദ്രുമാഃ പ്രതീചിം ദിശമാശ്രിത്യ പ്രകാശന്തേ മനോരമാഃ ജംബൂപ്രിയാളപനസ പ്ലക്ഷനഗ്രോധതിന്ദുകാഃ അശ്വത്ഥാ കർണികാരാശ്ച ചൂതാശ്ചാന്യേ ച പാദപാഃ ധന്വനാ നാഗവൃക്ഷാശ്ച തിലകാനക്തമാലകാഃ നീലാശോകാ കദംബാശ്ച കരവീരാശ്ച പുഷ്പിതാഃ അശോകാസ്ത്വതി മുക്താശ്ച സുഭദ്രാ പാരിഭദ്രകാഃ. ഹേ രാമ, ഇതാണ് നിനക്കുള്ള മംഗളമായ മാർഗം. ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. നിങ്ങൾ പോകേണ്ടത് ഈ വഴി കൂടെയാണ്. ആ വഴിയുടെ ലക്ഷണം പറയുന്നു. യത്ര, എവിടെ, ഏതേ ദ്രുമാഹ പുഷ്പിതാഹ, ഈ മരങ്ങളൊക്കെ നിറച്ച് പൂക്കളോടുകൂടി നിലകൊള്ളുന്ന ആ ഭാഗം കണ്ടില്ലേ? നിറയെ മരങ്ങൾ പൂത്ത ഭാഗം കണ്ടില്ലേ? അതിലെയാണ് പോകേണ്ടത്. പടിഞ്ഞാറൻ ദിക്ക് മുഴുവൻ മനോരമങ്ങളായി വൃക്ഷങ്ങൾ പ്രകാശിക്കുന്നു. മനസ്സിനെ അങ്ങേയറ്റം ആനന്ദിപ്പിക്കും വിധം പടിഞ്ഞാറൻ ദിക്കിൽ പുഷ്പങ്ങൾ പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. പടിഞ്ഞാറോട്ട് ചൂണ്ടിയിട്ടാണ്. ജംബൂ വൃക്ഷങ്ങൾ. ജംബു എന്താ? ഞാവല്. പ്രിയാള വൃക്ഷങ്ങൾ. പ്രിയാളം അതിന് മുള്ളുണ്ടാവും, നല്ല വലിയ പൂവുണ്ടാവും മുള്ള്. മുരിക്ക്. പനസം, പ്ലാവുകൾ. പ്ലക്ഷം,
പ്ലക്ഷം പ്ലാശ് 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 നല്ല ഒരു അന്തരീക്ഷത്തെ ശുദ്ധമാക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പ്ലാശ്. നമ്മൾ ചമതകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് പ്ലാശിൻ്റെ ചമതയാണ്. പ്ലാശ് അധികം ഇപ്പോൾ കുറേ കുറഞ്ഞു നമ്മുടെ നാട്ടിൽ. എന്ത് മനോഹര പൂത്ത് നിൽക്കണ കണ്ടാൽ ആ പ്രദേശം മുഴുവൻ ആ വർണ്ണത്തിലായിത്തീരും. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷമുണ്ടായി. ഒരു സ്ഥലത്ത് 120 ഏക്കറിൽ മുഴുവൻ പ്ലാശ് കുഴിച്ചിടാൻ പോവുക. തിരുവനന്തപുരത്ത് നിംസ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജ് ഉണ്ട്. നിംസ്. അപ്പം അതിൻ്റെ ഉടമസ്ഥൻ ഈ അടുത്ത് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ അച്ഛൻ്റെ ആ ഒരു മഹത്വവും ധർമ്മബോധവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വ്യക്തിയാണ്. അപ്പോൾ ഈ അച്ഛന് ഇഷ്ടമുള്ള മരമായിരുന്നു, അച്ഛൻ്റെ ബാപ്പയ്ക്ക് ഇഷ്ടമുള്ള മരമായിരുന്നു പ്ലാശ്. അപ്പോൾ ഒരു സ്ഥലത്ത് തമിഴ്നാട്ടിലാണ് വരിക, നാഗർകോവിലടുത്ത് 120 ഏക്കറിൽ മുഴുവൻ പ്ലാശ് ഉണ്ടാക്കാൻ പോവുക. 10,000 പ്ലാശ് മരം കുഴിച്ചിടാൻ പോവുക. അവിടെ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല, പ്രകൃതിക്ക് വേണ്ടിയിട്ട്. അവിടെ അവർ യാതൊന്നും ചെയ്യില്ല. അത്രയും സ്ഥലം മുഴുവൻ പ്ലാശ് കുഴിച്ചിടാൻ പോവുക. ഒന്ന് വന്ന് കാണണേന്നൊക്കെ പ്രത്യേകം വിളിച്ച് ഞാൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ശരി, പ്ലാശ് പറഞ്ഞപ്പോൾ പറഞ്ഞു. ന്യഗ്രോധം പേരാല്, തിന്തുകാഹ, തിന്തുകം ഇത്യാൻ തോന്നുന്നു. അശ്വത്ഥാഹ അരയാല്, കർണികാരാഹ കൊന്ന, കർണികാരം കൊന്ന, ചൂതാഹ മാവ്, അന്യേച പാദപാഹ വേറെയും പലജാതി മരങ്ങൾ, അന്യേച പാദപാഹ വേറെയും പലജാതി മരങ്ങൾ, ധന്വനാഹ അറിയില്ല എന്താന്ന്. അതിന് മലയാളത്തിൽ അർത്ഥം പറയണത് വേലക മരം എന്നാണ്. അറിയില്ല എന്താന്ന്, വേലക എന്താണെന്ന് അറിയില്ല. നാഗവൃക്ഷാഹ നാഗവൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട്, മുമ്പിലുണ്ട് നാഗവൃക്ഷം അവിടെ ഉണ്ട്. നക്തമാലകാഹ ഉങ്ങുകൾ, ഉങ്ങ് ഇവിടെ ഉണ്ട്, മുറ്റത്ത് തന്നെ ഉണ്ട് ഉങ്ങ്. നീലാശോകാഹ നീല നിറമുള്ള അശോക പുഷ്പങ്ങൾ. അശോകം നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ നീല ഇല്ല. നമ്മുടെ അശോകം ചുമപ്പ് കലർന്നതാണ്, ചുമപ്പും ഓറഞ്ചും കലർന്നൊരു കളറാണ്. നീല അശോകങ്ങൾ. കദംബാഹ കദംബ വൃക്ഷങ്ങൾ, കടമ്പ്. പിന്നെ അശോകാഹ അശോകങ്ങൾ. കരവീരാഹ കരവീരങ്ങൾ. കരവീരം വലുതാവുന്ന ചെടിയ മരമാണ്, പക്ഷേ ഈ ഏകദേശം തെച്ചിയുടെ പൂവ് പോലെ തോന്നിക്കുന്ന വെളുത്ത പൂവായിരിക്കും. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കരവീരാഹ. ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അതിമുക്താഹ അതിമുക്ത മരങ്ങൾ. എന്താണെന്നറിയില്ല, മലയാളത്തിൽ കാണുന്നത് തൊടുകാരക എന്നാണ്. തൊടുകാരക ആർക്കെങ്കിലും അറിയിച്ചാൽ പറഞ്ഞോളൂ. സുഭദ്രാഹ സുഭദ്രകൾ, സുഭദ്ര ദേവദാരം, ദേവദാര വൃക്ഷം.
പരിഭദ്രകാഹ, വേപ്പ് ഇതെല്ലാം പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. ഇത് എല്ലാം ഒരു കാലത്തല്ല ശരിക്കും പറഞ്ഞാൽ പൂക്കുക, പല കാലത്ത് പൂക്കുന്നതാണ്. പക്ഷേ അവിടെ എല്ലാം ആ കാലത്ത് ചിലപ്പോൾ ഒക്കെ ഒന്നിച്ചാവും പൂക്കുക. കാലം മാറിയില്ലേ? താനാരുഹ്യ അഥവാ ഭൂമൗ പാതയിത്വാ ച താൻ ബലാദ് ഫലാന്യമൃതകൽപ്പാനി ഭക്ഷയന്തൗ ഗമിഷ്യഥ. അവയിൽ താൻ ആരുഹ്യ, അവയിൽ കയറിയിട്ടോ, അഥവാ ഭൂമിയിൽ വീഴ്ത്തിയിട്ടോ, ഒന്നുകിൽ അവയുടെ മുകളിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കയറുക, അല്ലെങ്കിൽ അവയെ താഴെ വീഴ്ത്തുക. എന്നിട്ട് അമൃതകൽപ്പങ്ങളായ പഴങ്ങളെ നല്ലോണം വയറ് നിറച്ച് കഴിച്ചിട്ട് നിങ്ങൾ നടന്നോളൂ. അപ്പോൾ ഇതിലൊക്കെ കായയുണ്ട്, പഴമുണ്ട്. ഈ മരങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ പഴം ശേഖരിച്ച് കഴിച്ച് പോയിക്കോളൂ. മാവ്, പ്ലാവൊക്കെ ഉണ്ട്, ചക്ക, മാങ്ങ ഒക്കെ കഴിച്ചു പോയിക്കോളൂ എന്നാണ് പറയണത്. തദതിക്രമ്യ കാകുസ്ഥ വനം പുഷ്പിതപാദപം നന്ദന പ്രതിമം ചാന്യത് കുരവോ ഹ്യുത്തര ഇവ സർവകാമഫലാവൃക്ഷാഃ പാദപാസ്തു മധുസ്രവാഃ സർവേ ച ഋതവസ്തത്ര വനേ ചൈത്രരഥേ യഥാ ഫലഭാരാനതാശ്ചൈവ മഹാവിടപധാരിണഃ ശോഭന്തേ സർവതസ്തത്ര മേഘപർവതസന്നിഭാഃ. അല്ലയോ കാകുസ്ഥ, ഹേ രാമ, തദതിക്രമ്യ, ഈ പറഞ്ഞ കാടിനെ കടന്നാൽ, പുഷ്പിതപാദപം നന്ദനപ്രതിമം അന്യത് വനം, അപ്പുറത്ത് വേറെ കാടുണ്ട്. ഈ കാട് കടന്ന് അപ്പുറത്തേക്ക് പോയാൽ നന്ദനവനം പോലെ മനോഹരമായ മറ്റൊരു കാടുണ്ട്. അവിടെ ഉത്തരകുരു രാജ്യത്തിലുള്ളതുപോലെ, ഉത്തരകുരുദേശം അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ ആ ഭാഗത്തേക്കല്ലേ വരിക ആണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആർക്കെങ്കിലും അറിയിച്ചാൽ പറഞ്ഞോളൂ കേട്ടോ, പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ ആ ഭാഗത്തേക്കാണ്. അവിടെയുള്ളത് പോലെയുള്ള മനോഹരങ്ങളായ സർവകാമഫലങ്ങൾ, എന്നുവെച്ചാൽ ഇഷ്ടം പോലെ പഴങ്ങൾ നിറഞ്ഞ മധുസ്രവാഹ വൃക്ഷ, തേനൊലിപ്പിക്കുന്ന വൃക്ഷങ്ങളിൽ നിന്ന് തേന ഒലിക്കണത്, അങ്ങനെയുള്ള മരങ്ങൾ. ഫലഭാരാനതാഹ, പഴങ്ങളുടെ ഭാരം കൊണ്ട് തൂങ്ങിയ താണ മരങ്ങൾ. ശരിക്കും മനസ്സിലിങ്ങനെ കാണണം, പഴങ്ങൾ നിറഞ്ഞിട്ട് വൃക്ഷങ്ങളൊക്കെ താണ്ട് തൂങ്ങി നിൽക്കുക. മഹാവിടപധാരിണ, വലിയ കൊമ്പുകളോടുകൂടിയ മേഘപർവ്വത സന്നിഭാഹ, മേഘത്തിനും പർവ്വതത്തിനും തുല്യം തോന്നിപ്പിക്കുന്ന ഇരുണ്ട മരങ്ങൾ. ശോഭന്തേ, ശോഭിക്കുന്നു. ഏതുപോലെ? ചൈത്രരഥേ യഥാ, ചൈത്രരഥ വനത്തിൽ എന്നതുപോലെ. കുബേരൻ്റെ വനാണ് ചൈത്രരഥം. കുബേരൻ്റെ ചൈത്രരഥത്തിൽ എന്ന പോലെ മനോഹരങ്ങളായ പുഷ്പങ്ങളും പഴങ്ങളും നിറഞ്ഞതാണ്. പിന്നെ വേറൊരു ഗുണമുണ്ട്, സർവേ ഋതവഃ, എല്ലാ ഋതുക്കളിലും പഴം ഉണ്ടാവും. പോരെ? എല്ലാ ഋതുക്കളിലും പഴം ഉണ്ടാവും. അങ്ങനത്തെ കാടാണ് അടുത്തത്. താനാരുഹ്യാഥവാ ഭൂമൗ പാതയിത്വാ യഥാ സുഖം ഫലാന്യമൃതകൽപ്പാനി ലക്ഷ്മണസ്തേ പ്രദാസ്യതി. ഇപ്പോൾ കഴിഞ്ഞ കാടിൽ നിങ്ങൾ രണ്ടുപേരും മരത്ത് കയറിയിട്ട് പഴം പറിച്ചോ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അവയെ വീഴ്ത്തിയിട്ടോ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അത് അടുത്ത ഇവിടെ എത്തുമ്പോൾ ഒരു മാറ്റം വരുത്തി. എന്താ മാറ്റം എന്ന് ചോദിച്ചാൽ, ആ മരങ്ങളിൽ കയറി അഥവാ ഭൂമിയിൽ നിന്ന് തന്നെ അവയെ വീഴ്ത്തി ലക്ഷ്മണൻ നിനക്ക് പഴങ്ങളെ തരും, നീ കയറാൻ പോണ്ടെന്ന അടുത്ത കാട്ടിൽ. എന്താ അങ്ങനെ മാറ്റി പറഞ്ഞതെന്ന് അറിയില്ല. ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടു പേർക്കും മരം കയറാമെന്നാ. അപ്പോൾ പറഞ്ഞ ലക്ഷ്മണൻ കയറിയിട്ട് പറിച്ചു തന്നോളും എന്നാണ്. ചക്രമന്തോ വരാൻ ദേശാൻ ശൈലാച്ഛൈലം വനാദ്വനം തത പുഷ്കരിണിം വീരൗ പമ്പാം നാമ ഗമിഷ്യഥഃ
അശർക്കരാമവിഭ്രംശം സമതീർത്ഥാമശൈവലാം രാമസഞ്ജാതവാലൂകാം കമലോത്പലശോഭിതാം. അങ്ങനെ ശ്രേഷ്ഠങ്ങളായ ദേശങ്ങളെ കടന്ന്, പർവ്വതങ്ങളിൽ നിന്ന് പർവ്വതങ്ങളെ കടന്ന്, കാട്ടിൽ നിന്ന് കാടുകളെ കടന്ന്, ശരിക്കും നമുക്കൊരു ചിത്രം കിട്ടുകയാണ്. ഒരു കാട് കടന്ന് വേറെ പർവ്വതം, അവിടുന്ന് വേറെ പർവ്വതം, അവിടുന്ന് വേറെ കാട്, അങ്ങനെ കടന്ന് അനന്തരം പുഷ്കരിണിയും ഗമിഷ്യത. പുഷ്കരിണിയെ, വലിയ ജലാശയത്തെ പ്രാപിച്ചുകൊള്ളൂ. എന്താണ് ജലാശയത്തിൻ്റെ പേര്? പമ്പാം. പമ്പ എന്ന് പേരുള്ള ജലാശയത്തെ പ്രാപിച്ചുകൊള്ളൂ. എന്താ അതിൻ്റെ വിശേഷം? അശർക്കരാം, ചരലില്ലാത്തതാണ്. ഒരൽപ്പവും ചരളില്ല, കല്ലുകളില്ല. അശൈവലാം, പായലില്ല, ഒട്ടും പായലില്ലാത്ത ശുദ്ധമായ. അവിഭ്രംശാം, വഴുക്കില്ല. ഒരിക്കലും വിഭ്രംശം വരില്ല അവിടെ പോയാൽ, വഴുക്കില്ല. സമതീർത്ഥാം, ഒരേ നിരപ്പിലൊഴുകണതാണ് വെള്ളം. സഞ്ജാതവാലൂകാം, നല്ല മണൽ പരപ്പുള്ള. കമലോത്പല ശോഭിത, താമര തുടങ്ങിയ ധാരാളം പുഷ്പങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതായ പമ്പയെ നിങ്ങൾ പ്രാപിക്കും എന്ന് പറയാണ്. തത്ര ഹംസാപ്ലവാ ക്രൗഞ്ചാഃ കുരരാശ്ചൈവ രാഘവ വൽഗുസ്വനാനി കൂജന്തി പമ്പാസലിലഗോചരാഃ. അവിടെ പമ്പയിലെ ജലത്തിൽ താമസിക്കുന്നവരായ അരയന്നങ്ങൾ, പ്ലവാഹ, പ്ലവം എന്ന് പറഞ്ഞാൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന, നീന്തുന്ന, വെള്ളത്തിൽ നീന്തി കളിക്കുന്ന പക്ഷികൾ. അരയന്നാവാം, താറാവാം, പിന്നെ ആരാവാം? അത് മതി, അത്ര മതി അല്ലേ? ക്രൗഞ്ചാഹ, ക്രൗഞ്ച പക്ഷികൾ. കുരരാഹ, കുരരങ്ങൾ. കുരരം പൊന്മാൻ അല്ലെങ്കിൽ മീൻകൊത്തി എന്നൊക്കെ പറയും, അതാണ് കുരരം. അതിന് വലിയ കൊക്കുണ്ടാവും കുരരത്തിന്, ചെറിയ ദേഹത്തിനേക്കാൾ വലിയ കൊക്കുണ്ടാവും. അവരൊക്കെ പാട്ടുപാടി ഇരിക്കുന്നുണ്ടാവും അവിടെ, ഈ പക്ഷികളൊക്കെ. നികൂജന്തി നോദ്വിജന്തേ നരാൻ ദൃഷ്ട്വാ വധസ്യ കോവിദാപുരാ ഘൃതപിണ്ഡോപമാൻ സ്ഥൂലാൻ താൻ ദ്വിജാൻ ഭക്ഷയിഷ്യഥ. വധസ്യ അകോവിദാഹ നരാൻ ദൃഷ്ട്വാന ഉദ്വിജന്തേ. അവർക്ക് മനുഷ്യന്മാരെ കണ്ടാൽ ഒരു പേടിയുമില്ല. ഈ പക്ഷികൾക്ക് മനുഷ്യന്മാരെ കണ്ടാൽ ഒരു പേടിയുമില്ല. എന്താ കാരണം? പുരാവധസ്യ അകോവിദാഹ, മുമ്പ് അവരെ ആരും പോയി കൊന്നിട്ടില്ല, വേട്ടയാടിയിട്ടില്ല. അപ്പം മനുഷ്യന്മാരവരെ ഉപദ്രവിക്കുന്നുള്ളൊരു ചിന്ത അവർക്കില്ല. നോക്കൂ, മനുഷ്യന്മാരെ കണ്ടാൽ മൃഗങ്ങൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? മനുഷ്യനെ ഉപദ്രവിക്കുന്ന പേടിച്ചിട്ടാ. ഈ പക്ഷികളെ ഇന്ന് വരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് മനുഷ്യന്മാരെ കണ്ടാൽ അവർക്ക് ഒരു ഭയവും ഇല്ല. ഘൃതപിണ്ഡോപമാൻ സ്ഥൂലാൻ താൻ, നെയ്യ് ഉരുട്ടി വെച്ചതുപോലെയുള്ള ദേഹമാണ് അവരുടേത്, ഈ പറഞ്ഞ പക്ഷികളുടേത്. അരയന്നും താറാവും ഒക്കെ നല്ല നെയ്യ് ഉരുട്ടി വെച്ചതുപോലുള്ള ദേഹമാണ്. അത്രയും തടിച്ചു കൊഴുത്ത പക്ഷികളാണ്. താൻ ദ്വിജാൻ ഭക്ഷയിഷ്യഥ, നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ പക്ഷികളെ ഇഷ്ടം പോലെ പിടിച്ചു തിന്നാം. താൻ ഭക്ഷയിഷ്യഥ, കാരണം അവയെ നല്ലപോലെ തിന്നോളൂ. ഇത്ര നല്ല പക്ഷികളെ കിട്ടൽ കുറവാണ്. അതുകൊണ്ട് കിട്ടിയ ചാൻസിന് അവയെ നല്ലോണം പിടിച്ചു കൊന്ന്
തിന്നുകൊള്ളൂ. എന്താ ചിലർക്കൊരു വാശിയാണ്, രാമൻ മാംസം കഴിച്ചിട്ടില്ല, കഴിക്കില്ല എന്നൊക്കെ സമർത്ഥിക്കുക. എന്താവശ്യത്തിന് അങ്ങനെ പറയണത്? എത്രയോ മൃഗങ്ങളെ കൊന്ന ചരിത്രം ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷികളെയും പിടിച്ചു തിന്നോളാൻ പറഞ്ഞു. ഈ പമ്പ ഏതാണ്? പമ്പയുടെ തീരത്താണ് ശബരി താമസിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കേരളത്തിൽ പറയുന്ന ശബരിമലയാണോ ആ പമ്പയാണോ? ഏതായാലും ഈ പമ്പയുടെ തീരത്തിലാണ് ശബരി ഉള്ളത്. ശബരി വനപ്രദേശത്താണ്. അപ്പോൾ ശബരി താമസിക്കുന്ന വനവും പമ്പയും സമീപസ്ഥങ്ങളാണ് രാമായണത്തിൽ. അപ്പോൾ അത് നമ്മുടെ ഈ പമ്പാ നദിയാണോ? ഉറപ്പില്ല. എന്തുകൊണ്ട് ഉറപ്പില്ല? ഇവിടെ നദിയെ അല്ല പറഞ്ഞത്, സരസിനെയാണ്. പമ്പാ സരസാണ്. എന്നാൽ സരസ് എന്നുള്ള ശബ്ദം നദിയെയും സൂചിപ്പിക്കാറുണ്ട്. അപ്പം അറിയില്ല. പ്രായേണ പറഞ്ഞു പോരുന്നത് മഹാരാഷ്ട്ര ഗോവ അതിർത്തി പ്രദേശത്താണ് പമ്പ എന്നാണ് പറഞ്ഞു പോരുന്നത്. അറിയില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ച് തന്നെയാന്ന് പറഞ്ഞോളൂ, വിരോധമില്ല. അതിപ്പോൾ നമ്മളുണ്ടാക്കിയത്, നമ്മൾ ഭംഗിയിലുണ്ടാക്കിയതല്ലേ, അത് നമ്മളില്ലാണ്ടാക്കിയതല്ലേ. ഉത്തരകുരുവിലുള്ളത് പോലെയാണ്. ഇത് ഉത്തരകുരുവിനെ കുറിച്ചല്ല. ഉത്തരകുരു എവിടെ കിടക്കണം? ഇവരിപ്പോൾ ദക്ഷിണ ഭാരതത്തിലല്ലേ ഇപ്പോൾ ഉള്ളത്. ഇവർ പുറപ്പെട്ടത് തന്നെ ഇപ്പോൾ എവിടുന്നാ? പഞ്ചവടിയിൽ നിന്നാണ് പുറപ്പെട്ടത് തന്നെ. ഇത് ദക്ഷിണ ഭാരതത്തിലാണ്. മറ്റൊരു ഉത്തര കുരുദേശം അങ്ങ് ഹിമാലയത്തിനും വടക്കാണ്. സായാന്നേ രോഹിതാൻ വക്രതുണ്ടാംശ്ച നളമീനാംശ്ച രാഘവ പമ്പായാമിഷുഭിർമത്സ്യാൻ തത്ര രാമവരാൻ ഹതാൻ നിസ്ത്വപക്ഷാനയസ്തപ്താൻ അകൃശാനേകകണ്ഡകാൻ തവ ഭക്ത്യാ സമായുക്തോ ലക്ഷ്മണ സംപ്രദാസ്യതി. ഹേ രാഘവ, ഹേ രാമ, വക്രതുണ്ടാൻ നളമീനാൻ രോഹിതാൻ പമ്പായാം ഇഷുഭിഹി ഹതാൻ ലക്ഷ്മണ സംപ്രദാസ്യതി. അവിടെ വിശേഷപ്പെട്ടൊരു കാര്യം പറഞ്ഞുതരാം. എന്താണ്? നല്ല രോഹിതവർണ്ണം, ചെമ്പിൻ്റെ ആ ചുമപ്പ്, തനി ചുവപ്പല്ല, ചെമ്പിൻ്റെ ചുമപ്പ് വർണ്ണമുള്ള തരം വക്രതുണ്ടങ്ങൾ എന്ന് പേരുള്ള മീനുകളുണ്ട്, മത്സ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ മുൻഭാഗം കുറച്ച് വളഞ്ഞിരിക്കുന്നുണ്ടാവും നമ്മൾ ഊഹിക്കുക. അതുകൊണ്ടാണ് വക്രതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. വളരെ വിശേഷപ്പെട്ട മത്സ്യങ്ങളാണവ. ഇതിപ്പോൾ സമയം ഏതാണ്? സീതയെ കാണാൻ അന്വേഷിച്ച് പോകുന്ന സമയമാണ്. പക്ഷെ അപ്പോഴും എന്നാലും ഭക്ഷണം കഴിക്കണമല്ലോ. കഴിക്കണത് നല്ല കഴിക്കണം, അതിനാണ്. അപ്പോൾ അവിടെ ഈ നല്ല 4 ഒന്നാം തരം വിശേഷപ്പെട്ട മത്സ്യങ്ങളാണ്. അതിനെ അമ്പ് കൊണ്ട് ലക്ഷ്മണൻ കൊന്നിട്ട് നിനക്ക് പിടിച്ചു തരും. ഇഷുഭിഹി ഹതാൻ, അമ്പുകളെ കൊണ്ട് കൊന്നിട്ട് നിസ്ത്വക് പക്ഷാൻ, അവയുടെ ത്വക്പക്ഷങ്ങളെ നീക്കിക്കളഞ്ഞിട്ട്. ത്വക്പക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ തൊലിയിലുണ്ടാവുന്ന, അതിനെന്താ പറയുക വെച്ചാൽ അത് തന്നെ, ചെളുക്ക, അത് തന്നെ. അതിൻ്റെ ചെളുക്കൊക്കെ ലക്ഷ്മണൻ നീക്കിത്തരും നിനക്ക് വേണ്ടിയിട്ട്. കണ്ടകാൻ, മുള്ള് നീക്കിത്തരും. അതിൻ്റെ ഉള്ളിലത്തെ മുള്ളൊക്കെ പറിച്ച് ലക്ഷ്മണൻ അസ്സലാക്കിയിട്ട് അയസ്തപ്താൻ ഇരുമ്പ് കൊണ്ട് തപിപ്പിച്ചിട്ട്, എന്നുവെച്ചാൽ ഇരുമ്പ് പാത്രത്തിലിട്ട് വേവിച്ചിട്ടോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കുന്തം കൊണ്ട് കുത്തിയിട്ടോ പാകം ചെയ്യണം. അങ്ങനെയാണ്. ഇത് പൊരിച്ചിട്ട് ഇരുമ്പ് പാത്രത്തിലിട്ട് പൊരിക്കണം, എന്നാലേ അതിൻ്റെ സ്വാദുണ്ടാവുള്ളൂ. അപ്പോൾ ഇവരെടുത്ത് ഇരുമ്പ് പാത്രം ഉണ്ടോ എന്നൊക്കെ ചോദ്യം വരും. ഉണ്ടാവുമായിരിക്കും, അത് കണ്ടു. ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കോലുകൊണ്ട് കുത്തിയിട്ട് വേവിച്ചാലും മതി. അങ്ങനെ അയസ്തപ്താൻ ഭക്തിയാ സമായുക്ത തവ പ്രദാസ്യതി ലക്ഷ്മണ. വളരെ ഭക്തിപൂർവ്വം നിനക്ക് ലക്ഷ്മണൻ പിടിച്ചു തരും. പേടിക്കണ്ട,
നല്ല മീനും കൂട്ടി അവിടുന്ന് ശാപ്പാട് കഴിക്കാം. നല്ല പക്ഷിയുണ്ട്, ഇറച്ചിയുണ്ട്. പക്ഷികളുടെ ഇറച്ചിയും മീനിറച്ചിയും കഴിച്ചിട്ട് ജീവിക്കാം. ചില ആൾക്കാർ പറയും, സ്വാമി മത്സ്യമാംസങ്ങൾ കഴിക്കുന്നത്. എടാ, മത്സ്യത്തിൻ്റെ പിന്നെ പൂവാ കഴിക്കുക? മാംസം എന്ന് പറഞ്ഞാൽ മത്സ്യം പെട്ടില്ലേ? ഇല്ല. മത്സ്യം കഴിക്കണ മാംസമല്ലേ? എന്താ അഭിപ്രായം? ചില ആൾക്കാർ പറയും മത്സ്യവും മാംസവും കഴിക്കും, അല്ലെങ്കിൽ ഞാൻ മാംസം കഴിക്കില്ല സ്വാമി, ഞാൻ മത്സ്യം കഴിക്കുന്നു. എടേ, മത്സ്യത്തിൻ്റെ പൂവാ കഴിക്കുക, കായ കഴിക്കുക, എന്താ കഴിക്കുക? അപ്പോൾ നല്ല പക്ഷികളുടെ പിടിച്ച് തിന്നണം. ഈ മീൻ ചുട്ടിട്ട് അതും കഴിക്കണം. ഭൃശം തേ ഖാദദോ മത്സ്യൻ പമ്പായാ പുഷ്പസഞ്ജയേ പത്മഗന്ധി ശിവം വാരി സ്വാദുശീതമനാമയം ഉദ്ധൃത്യ സിതമക്ലിഷ്ടം രൂപ്യസ്ഫടികസന്നിഭം അധ പുഷ്കരപത്രേണ ലക്ഷ്മണ പായയിഷ്യത്തെ. മത്സ്യാൻ ഖാദദഹ തേ, അങ്ങനെ മത്സ്യങ്ങളെ തിന്നുന്നവനായ നിനക്ക് എന്തായാലും കഴിക്കണം, ഉറപ്പ്. കഴിക്കേണ്ടാക്കാന്നൊന്നും പറയരുത്. ഇത്രയും നല്ല മത്സ്യങ്ങളെ നീ ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് എന്തായാലും അവിടുന്ന് നീ മത്സ്യം കഴിക്കണം. മനസ്സിലായില്ലോ? എന്താ, ആർക്കും വിരോധമുണ്ടോ? എന്ത് കേൾക്കുന്നില്ല. വിഷമോ? എന്തിന്? ഇത്രയും നല്ല മത്സ്യം കിട്ടില്ല എന്നുള്ള വിഷമാ? അപ്പോൾ ഇങ്ങനെ മത്സ്യങ്ങളെ തിന്നുന്നവനായ നിനക്ക് പമ്പായ പുഷ്പസഞ്ജയെ പത്മഗന്ധി ശിവം സ്വാദു ശീതം അനാമയം അക്ലിഷ്ടം രൂപ്യസ്ഫടിക സന്നിഭം സിതം വാരി പുഷ്കരപത്രേണ ഉദ്ധൃത്യ പായയിഷ്യതി ലക്ഷ്മണ. അപ്പോൾ മീനിങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നും. അങ്ങനെ തോന്നിയാൽ നല്ല താമരയുടെ സുഗന്ധമുള്ള, നല്ല സ്വാദുള്ള, നല്ല തണുത്ത, ആരോഗ്യകരമായ, പരിശുദ്ധമായ, വെള്ളി പോലെയും സ്ഫടികം പോലെയും ഉള്ളതായ വെള്ളത്തെ താമരയില കുമ്പിളിൽ ലക്ഷ്മണൻ കൊണ്ടുത്തരും. എന്തൊരു മനോഹരം നോക്കൂ. അപ്പോൾ ലക്ഷ്മണൻ താമരയുടെ ഇല കൊണ്ട് കുമ്പിളുണ്ടാക്കിയിട്ട് അതിൽ നല്ല സ്ഫടികം പോലത്തെ വെള്ളം നിനക്ക് കൊണ്ടുത്തരും. അപ്പോൾ മീനൊക്കെ തിന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്നർത്ഥം. സ്ഥൂലാൻ ഗിരിഗുഹാശയ്യാൻ വരാഹാൻ വനചാരിണ അപാം ലോഭാദുപാവൃത്താൻ വൃഷഭാനി വർണർദ്ദതഃ രൂപാന്വിതാംശ്ച പമ്പായാം ദ്രക്ഷ്യസി ത്വം നരോത്തമ. അല്ലയോ മനുഷ്യന്മാരിൽ ശ്രേഷ്ഠനായവനെ, നല്ല തടിച്ച പർവ്വതഗുഹകളിൽ താമസിക്കുന്നവയായ കാളകളെപ്പോലെ ശബ്ദം ഉയർത്തുന്നവയായ വലിയ രൂപങ്ങളോടുകൂടിയ പന്നികളെ നീ അവിടെ കാണും. ധാരാളം പന്നികളുണ്ടാവും അവിടെ. എന്തിനാ അവർ വന്നത്? അപാം ലോഭാതുപാവൃത്താൻ, വെള്ളം ആഗ്രഹിച്ച് വരുന്ന പന്നികളാണ്. ഇത്രയും നല്ല വെള്ളമുള്ളപ്പോൾ പന്നികൾ അത് ഒഴിവാക്കില്ല. അവർ കുടിക്കാൻ വേണ്ടി അവിടെ ധാരാളം ഉണ്ടാവും പന്നികൾ, നല്ല തടിച്ച് കൊഴുത്ത പന്നികൾ. അതിനെ പിടിച്ച് തിന്നോളാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ. വേറെ ഇത് തന്നെ മതി. ഇപ്പം മീനും ഇറച്ചിയും മതി. സായാന്നേ വിചരൻ രാമ ദർശയിഷ്യതി ലക്ഷ്മണ പത്മഷണ്ഡയുതം സ്വാദു കൂജത് പക്ഷിഗണൈര്യുധം ശീതോദകം ച പമ്പായ ദൃഷ്ട്വാ ശോകം വിഹാസ്യതി സുമനോഭിഷ്ഠിതാംസ്തത്ര തിലകാന്നക്തമാലകാൻ ഉത്പലാനി ച ഭുല്ലാനി പങ്കജാനി ച രാഘവ. ഹേ രാമ, ഹേ രാഘവ, പമ്പായാः പത്മഷണ്ഡയുക്തം കൂജത് പക്ഷിഗണൈഃ യുതം സ്വാദുശീതോദകം ദർശയിഷ്യതി ലക്ഷ്മണ. നല്ല താമരപ്പൂക്കൾ നിറഞ്ഞ
പാട്ടുപാടുന്ന പക്ഷികളെ കൊണ്ട് നിറഞ്ഞ സ്വാദുള്ള തണുത്ത വെള്ളമുള്ള ആ പമ്പയുടെ വിവിധ പ്രദേശങ്ങളെ നിനക്ക് ലക്ഷ്മണൻ കാണിച്ചു തരും. എന്നുവെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ലക്ഷ്മണൻ ആദ്യം അതൊക്കെ പോയി കണ്ട് മനസ്സിലാക്കി, ഭംഗിയുള്ള സ്ഥലം ഏതൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കി, പിന്നെ രാമനെയും കൂട്ടി പോകുന്നതാണ്. അതിവിടെ പറഞ്ഞിട്ടില്ല. അല്ലാണ്ട് രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒരാൾ കാണിച്ചു തരുമെന്ന് പറയുന്നത് ഒരു ന്യായമില്ലല്ലോ. അവിടെ നല്ല മനസ്സിനിണങ്ങുന്ന പുഷ്പങ്ങൾ, നക്തമാലകാൻ ഉങ്ങുകൾ, പുല്ലാനി ഉത്പലാനി പങ്കജാനി, നല്ല വിടർന്ന് വലിയ താമരപ്പൂക്കളോട് കൂടിയ താമരകൾ എല്ലാം കണ്ടിട്ട് നിനക്ക് സന്തോഷമാവും. ശോകം വിഹാസ്യസി, നിനക്ക് തൽക്കാലത്തേക്കെങ്കിലും ദുഃഖം മാറും. സീതയെ കാണാത്ത ദുഃഖമൊക്കെ തൽക്കാലത്തേക്ക് മാറും ഈ മനോഹരമായ പൂക്കളും പ്രദേശമൊക്കെ കണ്ടാൽ. ന താനി കശ്ചിൻ മാല്യാനി തത്രാരോപയിതാ നരഃ ന ച വൈ മ്ലാനതാം യാന്തി ന ച ശീര്യന്തി രാഘവ. ആ പൂക്കൾക്കൊക്കെ എന്ത് സന്തോഷമാണെന്നറിയോ? എന്താ കാരണം? അവിടെ പൂക്കളെ ചൂടുന്ന മനുഷ്യന്മാരില്ല. അപ്പോൾ പൂക്കൾക്ക് സന്തോഷമല്ലേ? പൂക്കളെ ചൂടുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ പൂക്കൾക്ക് പേടിയാവില്ലേ? ഇല്ല. അവർ പൊട്ടിച്ച് തലയിൽ വെക്കില്ലേ? അതില്ല. അതുകൊണ്ട് പൂക്കൾക്ക് ആരെയും പേടിയില്ല, സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അവയ്ക്ക് വാട്ടോ ഇല്ല, മ്ലാനത വരുന്നില്ല. ശീര്യന്തി, അവ ഉതിർന്ന് വീഴുന്നുമില്ല. നല്ല ആരോഗ്യമുള്ള പൂക്കളാണ്. പ്രത്യേകിച്ച് മനുഷ്യന്മാർ അതിനെ ഉപദ്രവിക്കുന്നുമില്ല പൂക്കളെ. മതംഗശിഷ്യാസ്തത്രാസൻ ഋഷയസ്സു സമാഹിതാഃ തേഷാം ഭാരാഭിതപ്താനാം വന്യമാഹരതാം ഗുരോഃ യേ പ്രപേതുർമഹീം തൂർണം ശരീരാസ്വേദബിന്ദവഃ താനി മാല്യാനി ജാതാനി മുനീനാം തപസാ സദാ തദാ സ്വേദബിന്ദുസമുത്ഥാനി ന വിനശ്യന്തി രാഘവ. ഹേ രാമ, ഹേ രാഘവ, വളരെ ഇന്ദ്രിയ മനോനിയന്ത്രണമുള്ളവരും ആയ മതംഗമുനിയുടെ ശിഷ്യന്മാർ, മതംഗശിഷ്യാഹ, ശിഷ്യാഹ, മതംഗമുനിയുടെ ശിഷ്യന്മാർ. ആരവർ? ഋഷയ, ഋഷിമാരായിരുന്നു. അവർ പണ്ട് താമസിച്ച സ്ഥലമാണത്. അവർ ഗുരോഹോ വന്യം ആഹരതാം, ഗുരുവിന് വേണ്ടി വനത്തിൽ നിന്ന് പലവിധ പുഷ്പങ്ങളും പഴങ്ങളും ഒക്കെ അവർ ശേഖരിച്ചിരുന്നു പണ്ട്. അങ്ങനെ ഭാരാഭിതപ്തന്മാരായ അവർ, എന്താ ഭാരാഭിതപ്തന്മാർ എന്ന് പറഞ്ഞാൽ ഭാരം കൊണ്ട് ക്ഷീണിച്ചവരായ അവർ. അത് കാട്ടിൽ നിന്ന് ഗുരുനാഥന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശേഖരിച്ച് കൊണ്ടുപോകുമ്പോൾ ഭാരമെടുത്ത് അവർ ക്ഷീണിക്കുകയായിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെ അവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ താഴെ വീണു. നിലത്ത് വീണതോടുകൂടി ആ മുനിയുടെ താപസ പ്രഭാവം കൊണ്ട് അത് പുഷ്പങ്ങളായി തീർന്നു. ആ വിയർപ്പ് ബിന്ദുക്കൾ പുഷ്പങ്ങളായി. അതാണ് ഒരിക്കലും വാടാത്തതായ ഈ പുഷ്പങ്ങൾ, അവിടെയുള്ള പുഷ്പങ്ങൾ. അതാണ് അവ വാടാതിരിക്കാൻ കാരണം. പറയുകയാണ് തേഷാമദ്യാപി തത്രൈവ ദൃശ്യതേ പരിചാരിണേ ശ്രമണീ ശബരീ നാമ കാഗുസ്ത ചിരജീവനീ. ഹേ രാമ, അവർക്ക് പരിചരണം ചെയ്തിരുന്ന, വളരെ കാലമായി ജീവിക്കുന്നവളായ ശബരി എന്ന് പേരുള്ള താപസി ഇന്നും അവിടെയുണ്ട്. ആ സ്ഥലത്ത് മതംഗമുനിയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ശബരി എന്ന് പേരുള്ള
വലിയ പ്രായമുള്ള, എത്ര പ്രായമെന്ന് പറയാൻ വയ്യ, അതാണ് എന്താ പറഞ്ഞത്, ചിരജീവിനി എന്നാണ് പറഞ്ഞത്. ചിരകാലമായി ജീവിക്കുന്നവൾ, അങ്ങനെയുള്ള ശബരി ഇപ്പോഴും അവിടെ ഉണ്ട്. ത്വാം തു ധർമ്മേ സ്ഥിതാ നിത്യം സർവഭൂത നമസ്കൃതം ദൃഷ്ട്വാ ദേവോപമം രാമ സ്വർഗലോകം ഗമിഷ്യതി. നിത്യവും ധർമ്മത്തിൽ ഉറച്ച് ജീവിക്കുന്നവനും സർവഭൂതങ്ങളാലും വന്ദിക്കുന്നവനുമായ ദേവതുല്യനായ നിന്നെ കണ്ടാൽ അവൾ സ്വർഗലോകത്തിലേക്ക് പോകും. അപ്പം നിന്നെ കാണാനാണ് അവൾ അവിടെ ഇരിക്കണത്. നിന്നെ കണ്ടാൽ അവൾ പോകും. തതസ്തദ്രാമ പമ്പായാഹ തീരമാസാദ്യ പശ്ചിമം ആശ്രമസ്ഥാനമതുലം കുഹ്യം കാകുസ്ഥ പശ്യസി. ഹേ കാകുസ്ഥ, ഹേ രാമ, ആ പമ്പയുടെ പടിഞ്ഞാറേ കരയിലേക്ക്, തീരത്തിലേക്ക് നീ പോകണം. പമ്പയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പോകണം. അവിടെ ശ്രേഷ്ഠമായ, അങ്ങേയറ്റം പരിപാലിക്കപ്പെടേണ്ടതായ ഒരു ആശ്രമസ്ഥാനത്തെ നീ കാണും. ഒരു തപസ്ഥലിയെ നീ കാണും. ന തത്രാക്രമിതും നാഗാഹ ശക്നുവന്തി തമാശ്രമം വിവിധാസ്തത്ര വൈ നാഗാഹ വനേ തസ്മിംശ്ച പർവ്വതേ. ആ കാട്ടിൽ, ആ പർവ്വതത്തിൽ നിറയെ ആനകളുണ്ട്. അപ്പോൾ ശബരിമലനെ ആവും അല്ലേ? ആ കാട്ടിൽ നിറയെ ആനകളുണ്ട്. എന്നാൽ ആ ആനകൾ ആ ആശ്രമത്തിലേക്ക് ഉപദ്രവിക്കാൻ അവർക്ക് സാധിക്കില്ല. ആശ്രമസ്ഥലത്തെ ആനകൾ ഉപദ്രവിക്കില്ല. ഋഷേസ്തസ്യ മതംഗസ്യ വിധാനാത്തച്ച കാനനം മതംഗവനമിത്യേവ വിശ്രുതം രഘുനന്ദന. ഹേ രാമ, മതംഗമുനിയുടെ പ്രദേശമായതുകൊണ്ട്, തപസ്ഥലിയായതുകൊണ്ട് ആ കാട്ടിന് മതംഗവനം എന്നാണ് പേര്. മതംഗവനം. തസ്മിൻ നന്ദന സങ്കാശേ ദേവാരണ്യോപമേ വനേ നാനാവിഹക സങ്കീർണേ രംസ്യസേ രാമ നിർവൃത. ആ മതംഗവനത്തിൽ ദേവലോകത്തിലെ ഉദ്യാനങ്ങൾക്ക് തുല്യമായ അനേകം പക്ഷികൾ നിറഞ്ഞ ആ വനത്തിൽ നീ എല്ലാ ദുഃഖവും മറന്ന് സന്തോഷിക്കും. സന്തോഷമാവും നിനക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ. ഋഷ്യമൂകസ്തു പമ്പായാഹ പുരസ്താത് പുഷ്പിതദ്രുമഃ സുദുഃഖാരോഹണോ നാമ ശിശുനാഗാഭിരക്ഷിതഃ ഉദാരോ ബ്രഹ്മണാ ചൈവ പൂർവകാലേ വിനിർമ്മിതഃ. പമ്പായാഹ പുരസ്താത്, ആ പമ്പയുടെ കിഴക്ക് ഭാഗത്ത് പുഷ്പിതദ്രുമഃ സുദുഃഖാരോഹണഃ ഉദാരഃ നാഗാഭിരക്ഷിതഃ ഋഷ്യമൂകഃ നാമ ബ്രഹ്മണാ വിനിർമ്മിതഃ. അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട്, പമ്പയുടെ കിഴക്ക് ഭാഗത്തായിട്ട് നിറയെ പൂത്തു നിൽക്കുന്ന മരങ്ങളോട് കൂടിയതും കയറാൻ വളരെ പ്രയാസമുള്ളതും ആനക്കുട്ടികളാൽ രക്ഷിക്കപ്പെടുന്നതുമായ ഋഷ്യമൂകം എന്ന് പേരുള്ള ഒരു പ്രദേശമുണ്ട്, പർവ്വതമുണ്ട്. അത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട പർവ്വതമാണ് ഋഷ്യമൂകം. ശയാന പുരുഷോ രാമ തസ്യ ശൈലസ്യ മൂർധനി യസ്വപ്നേ ലഭതേ വിത്തം തത് പ്രബുദ്ധോധിഗച്ഛതി. ആ ഋഷ്യമൂക പർവ്വതത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാൾ എന്ത് സ്വപ്നം കാണുന്നുവോ ജാഗ്രത്തിൽ അതിനെ നേടും. എന്നാൽ അവിടെ ഒന്ന് പോയിട്ടൊന്ന് സ്വപ്നം കണ്ടാൽ മതിയായിരുന്നു അല്ലേ? പറയാണ്, ഈ ഋഷ്യമൂകത്തിൽ കിടന്നുറങ്ങുന്ന മനുഷ്യൻ എന്ത് സ്വപ്നം കാണുമോ അതിനെ ഉണർന്നു കഴിഞ്ഞാൽ അവൻ നേടും.
അതാണ് അതിൻ്റെ വിശേഷ ഫലം. മാത്രമല്ല നത്വേനം വിഷമാചാര പാപകർമാധിരോഹതേ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വിഷമാചാരനോ പാപകർമാവോ ആ പർവ്വതത്തെ കയറാൻ പറ്റില്ല. വിഷമാചാരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അരുതാത്തത് ചെയ്യുന്നവൻ, വിഷമമായത് ആചരിക്കുന്നവൻ, പാപകർമ്മം ചെയ്യുന്നവൻ, അങ്ങനെയുള്ളവർക്കൊന്നും അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. യസ്തു തം വിഷമാചാര പാപകർമാധിരോഹതേ തത്രൈവ പ്രഹരന്ത്യേനം സുപ്തമാദായ രാക്ഷസാഃ. വിഷമാചാര പാപകർമ്മ, വിഷമാചാരനോ പാപകർമാവോ തം അധിരോഹതി ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് കയറുന്നുവെങ്കിൽ, കയറിയാൽ എന്ത് സംഭവം? കയറി എന്നാലോ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കയറിയാലോ? കയറിക്കഴിഞ്ഞാൽ അവൻ ഉറങ്ങുന്ന സമയത്ത് രാക്ഷസന്മാർ അവനെ എടുത്തു കൊണ്ടുപോകും. പ്രഹരന്തി, തല്ലും നല്ലതാണ്. അല്ലേ? വിഷമാചാരനോ ദുഷ്കർമ്മം ചെയ്യുന്നവനോ അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയാൽ അപ്പം രാക്ഷസന്മാർ അവനെ എടുത്തു കൊണ്ടുപോകും. പോരാ, പ്രഹരന്തി എന്നാണ് പറഞ്ഞത്, തല്ലി കൊല്ലും. തത്രാപി ശിശുനാഗാനാം ആക്രന്ദൻ ശ്രൂയതേ മഹാൻ ക്രീഡതാം രാമപമ്പായാം മദംഗാശ്രമവാസിനാം. അവിടെ ഇരിക്കുന്ന സമയത്ത് ആ പർവ്വതത്തിൻ്റെ മുകളിൽ പോയിരുന്നാൽ പമ്പയിൽ കളിക്കുന്നതായ ആനക്കുട്ടികളുടെ ശബ്ദം നല്ലപോലെ കേൾക്കാൻ കഴിയും. പമ്പ അത്രയും ദൂരെയാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ കേൾക്കും ആനക്കുട്ടികളുടെ ശബ്ദം. പമ്പയിൽ കളിക്കുന്ന ആനക്കുട്ടികളുടെ ശബ്ദം കേൾക്കും. സിക്താരുധിരധാരാഭി സംഹൃത്യ പരമദ്വിപാഃ പ്രചരന്തി പൃഥക്കീർണ മേഘവർണാസ്തരസ്വിനഃ. മേഘവർണ്ണത്തോടു കൂടിയ, ഇരുണ്ട വർണ്ണത്തോടു കൂടിയ, ശക്തിയും വേഗതയും ഏറിയ പരമദ്വിപാഃ, വലിയ ആനകൾ, സാധാരണ ആനയല്ല, പരമദ്വിപാഃ, വലിയ ആനകൾ എന്തു ചെയ്യും? രുധിരധാരാഭി സിക്താഃ പൃഥക്കീർണാഃ പ്രചരന്തി. സംഹൃത്യ, പരസ്പരം കുത്തുകൂടിയിട്ട്, ആനകൾ പരസ്പരം കുത്തുകൂടിയിട്ട്, രുധിരധാരാഭി, രക്തം വാർന്നൊഴുക്കിക്കൊണ്ട്, ആനകൾ പരസ്പരം കുത്തുകൂടി രക്തം വാർന്നൊഴുക്കിക്കൊണ്ട്, പൃഥക് കീർണാഹ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ധാരാളമായിട്ട് പ്രചരന്തി, സഞ്ചരിക്കുന്നുണ്ട്. ഒറ്റയാന്മാർ പരസ്പരം കുത്തുകൂടി മുറിഞ്ഞ ദേഹത്തോടു കൂടി ചോരയൊലിപ്പിച്ച് ധാരാളം ഒറ്റയാൻ ആനകൾ നടക്കുന്നുണ്ട് അവിടെ. തേ തത്ര പീത്വാ പാനീയം വിമലം ശീതമവ്യയം നിർവൃതാ സംവിഗാഹന്തേ വനാനി വനഗോചരാഹ. ആ ആനകൾ അവിടെ നല്ല തണുത്ത ജലാശയത്തിൽ പോയി വെള്ളം കുടിച്ച് സന്തോഷത്തോടു കൂടി കാട്ടിലുടനീളം സഞ്ചരിക്കുന്നുണ്ട്. ഋക്ഷാംശ്ചദ്വീപിനശ്ചൈവ നീലകോമളകപ്രഭാൻ അപേതാപജയൻ ദൃഷ്ട്വാ ശോകം ജയിഷ്യസി. ഋക്ഷാംശ്ച, വൃക്ഷങ്ങളെയും കരടികളെയും, ദ്വീപിനഃ, ദ്വീപികളെയും, ദ്വീപികൾ നരികളെയും, നീലകോമളകപ്രഭാൻ, നല്ല മനോഹര ഭാവത്തോടു കൂടിയ, അപേതാപജയാൻ, ഭയമില്ലാതെ സഞ്ചരിക്കുന്നവയായ രുരൂൻ, മാൻകൂട്ടങ്ങളെയും, രുരു എന്ന് പറഞ്ഞാൽ മാൻ, രുരൂൻ മാനുകളെ, നമുക്കിവിടെ മാൻകൂട്ടം നാക്കാം, മാൻകൂട്ടങ്ങളെയും കണ്ട് ശോകം ജയിഷ്യസി, നിൻ്റെ ദുഃഖത്തെ മുഴുവൻ നീ മറക്കും തൽക്കാലം. ആ മാനുകളൊക്കെ അങ്ങനെ കളിക്കുന്നത് കണ്ടാൽ
തൽക്കാലത്തേക്ക് ദുഃഖം നീങ്ങും, സീതയെ കാണാത്ത ദുഃഖം. രാമ തസ്യത് ശൈലസ്യ മഹതി ശോഭത്തെ ഗുഹ ശിലാപിധാന കാകുസ്ഥ ദുഃഖം ചാസ്യ പ്രവേശനം. ഹേ രാമ, ആ മലയിൽ ശിലാപിധാന മഹതി ഗുഹ ശോഭതേ, കല്ലുകൊണ്ട് വാതിലോട് കൂടിയ വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്ക് വാതിലുണ്ട്. എന്താ? കല്ലുകൊണ്ടുണ്ടാക്കിയ വാതിലാണ്. അങ്ങനെയുള്ള വലിയൊരു ഗുഹയുണ്ട്. അതിലേക്ക് കയറുക വളരെ വിഷമാട്ടോ ആണ്. പ്രവേശനം ദുഃഖം, പ്രവേശിക്കുന്നത് തന്നെ ദുഃഖമാണ്. അങ്ങനത്തെ ഒരു ഗുഹയാണത്. തസ്യാം ഗുഹായാം പ്രാഗ്ദ്വാരേ മഹാൻ ശീതോദകാഹൃതഃ ബഹുമൂലഫലോ രമ്യ നാനാമൃഗഗണായുതഃ. ആ ഗുഹയുടെ വാതിലിൻ്റെ തൊട്ട് മുമ്പിലായി നല്ല തണുത്ത വെള്ളമുള്ള, ധാരാളം കായകളും ഫലങ്ങളുമുള്ള, പല മൃഗങ്ങളും ചേർന്ന വിഹരിക്കുന്ന വലിയൊരു ജലാശയം ഉണ്ട്. ഈ ഗുഹേൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ജലാശയം. ഇതിങ്ങനെ കാണുന്ന പോലെ വർണ്ണിച്ചു തരിക. എന്നാലോചിച്ച് നോക്കൂ. തസ്യാം വസതി സുഗ്രീവ ചതുർഭി സഹ വാനരൈഃ കദാചിച്ഛിഖരേ തസ്യ പർവതസ്യാവതിഷ്ഠതേ. ആ ഗുഹയിലാണ് 4 മന്ത്രിമാരോടുകൂടി, 4 വാനരന്മാരോടുകൂടി സുഗ്രീവൻ താമസിക്കുന്നത്. പറഞ്ഞ് സുഗ്രീവനിലെത്തി. സുഗ്രീവൻ താമസിക്കുന്നത്. ചിലപ്പോൾ അവൻ പർവ്വതത്തിൻ്റെ മുകളിൽ ചുറ്റിക്കറങ്ങും, ബാക്കി സമയമൊക്കെ ഗുഹയുടെ ഉള്ളിലാവും. ചിലപ്പോൾ പർവ്വതത്തിൽ അവൻ ചുറ്റിക്കറങ്ങും, ഋഷ്യമുഖത്തിൽ. കബന്ധസ്തു അനുശാസ്യൈവം താവുഭൗ രാമലക്ഷ്മണൗ സൃഗ്വീ ഭാസ്കരവർണാഭ ഖേ വ്യരോചത വീര്യവാൻ. രാമനോടും ലക്ഷ്മണനോടും ഇപ്രകാരം പറഞ്ഞവനായ കബന്ധൻ നല്ല പൂമാലയണിഞ്ഞവനായി, സൂര്യപ്രഭയോടൊത്തവനായി ആകാശത്തിൽ പ്രശോഭിച്ചു. കബന്ധൻ അങ്ങനെ പൊന്തിപ്പോയി. ഇതൊക്കെ പറഞ്ഞിട്ട് തം തു ഖസ്തം മഹാഭാഗം കബന്ധം രാമലക്ഷ്മണൗ പ്രസ്ഥിതൗ ത്വം വ്രജസ്വേദി വാക്യമോചതുരന്തികേ. അങ്ങനെ ആകാശത്തിലേക്ക് പൊന്തി പോകുന്നവനായ ആ കബന്ധനെ നോക്കി രാമലക്ഷ്മണന്മാർ വ്രജസ്വ, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് യാത്രയാക്കി. അങ്ങനെ കബന്ധൻ യാത്രയായി. ഗമ്യതാം കാര്യസിദ്ധ്യർത്ഥം ഇതി താവബ്രവീസ സുപ്രീതൗ താവനുജ്ഞാപ്യ കബന്ധപ്രസ്ഥിതസ്തദാ. അപ്പോൾ നീ പൊയ്ക്കോളൂ എന്ന് രാമനും ലക്ഷ്മണനും പറഞ്ഞു. കബന്ധനും ഇവരോടും പറഞ്ഞു. എന്താണ്? ഗമ്യതാം കാര്യസിദ്ധ്യർത്ഥം, കാര്യസിദ്ധിക്കായിക്കൊണ്ട് നിങ്ങൾ 2 ആളും പൊയ്ക്കോളൂ എന്ന് കബന്ധൻ എവരോടും പറഞ്ഞു. അങ്ങനെ കബന്ധൻ പ്രസ്ഥിതനായി, യാത്ര പോയവനായി. സതത്കബന്ധ പ്രതിപദ്യരൂപം വ്രതശ്രിയാ ഭാസ്കര തുല്യദേഹഃ നിദർശയൻ രാമമവേക്ഷ്യ ഖസ്ഥഃ സഖ്യം കുരുഷ്വേതി തദാഭ്യുവാച. ആ കബന്ധൻ അതിമനോഹരമായ രൂപത്തെ പ്രാപിച്ച് സൂര്യന് തുല്യമായ ദേഹത്തോടുകൂടി രാമനെ നോക്കി സുഗ്രീവനുമായി സഖ്യം ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് യാത്രയായി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ 370 സർഗഃ. ഇങ്ങനെ ആർഷമായ വാൽമീകീയ രാമായണത്തിൽ ആദികാവ്യത്തിൽ ആരണ്യകാണ്ഡത്തിൽ 73ാമത്തെ സർഗം സമാപ്തം. 74 അടുത്ത പ്രാവശ്യം. ശരി, തൽക്കാലം ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം.